സംഗമം ത്രിവേണി സംഗമം എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോൾ വെറും ഒരു പൂർവ്വകാല കാമുക ബന്ധത്തിൻ്റെ അല്ലെങ്കിൽ അത്ര ആത്മാർത്ഥമൊന്നും അല്ലാതെ കേവലം ഈ ദേഹത്തെ മാത്രം ആസ്പദമാക്കിയുള്ള ഒരു ഭൗതിക പ്രണയം, ആത്മാവിനെ സ്പർശിക്കാത്തൊരു പ്രണയം, ആ പ്രണയത്തിന് വേണ്ടിയുള്ള സംഗമത്തെക്കുറിച്ചാണത് പറയുന്നത്. ഒരു എല്ലാ പ്രണയത്തിൻ്റെയും അർത്ഥം സംഗമവും തന്നെയാണ്, ശാരീരികമായ സംഗമവും തന്നെയാണ് അതിൻ്റെ ആത്യന്തികമായ അർത്ഥമെന്നിരിക്കെ ആ സംഗമത്തെ 3 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിട്ട് ത്രിവേണി സംഗമം എന്ന് പറയുന്നു. ത്രിവേണി എന്ന് പറയുന്നത് 3 നദികൾ കൂടിച്ചേരുന്ന പുണ്യസ്ഥലമാണ്. അതുപോലെ പുണ്യമായ സംഗമമാണ്. ഏത് 2 ജീവികൾ തമ്മിൽ എത്ര ആത്മാർത്ഥമില്ലാത്ത പ്രണയമാണെങ്കിലും എൻ്റെ പ്രണയമെന്ന അംശം പോലും ഇല്ലെങ്കിലും അവർ തമ്മിലുള്ള സംഗമം പ്രകൃതിക്ക് ആവശ്യമാണ്, പ്രകൃതിയുടെ നിലനിൽപ്പിന് അത് ആവശ്യമാണ്. ആ സംഗമത്തെ ന്യായീകരിക്കുക മാത്രമല്ല, ആ ത്രിവേണി സംഗമം എന്ന് പറഞ്ഞതിനകത്ത് എന്താണ് ത്രിവേണി സംഗമം എന്ന് പിന്നെ പറയുന്നു. നീയും ഞാനും നമ്മുടെ പ്രേമവും. ഗംഗയും യമുനയും, ഒന്ന് കറുത്ത നദിയും ഒന്ന് വെളുത്ത നദിയുമാണ്. അത് ഞാനാണോ കറുത്തത് നീയാണോ കറുത്തതെന്ന് പറയുന്നില്ല. പക്ഷേ ഗംഗയും യമുനയും നമ്മളാണ്. സരസ്വതി എന്ന് പറയുന്ന നദി അന്തർധാരയാണ്, കാണുന്നില്ല, പുറമേ കാണുന്നില്ല, ഉണ്ടെന്ന് സങ്കല്പം മാത്രമാണ്. അതുപോലെ നീയും ഞാനും ഇപ്പോൾ സംഗമിക്കുന്നു. പ്രണയം ഒന്ന് ഇതിനടിയിലുണ്ടെങ്കിൽ അതൊരു സങ്കല്പം മാത്രമാണ് എന്നും വളരെ വ്യക്തമായി കവി പറയുന്നു.